हरि बोल हरि बोल हरि बोल। जय प्रभुपाद 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 प्रभुपाद। जय जय गुरुदेव 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 गुरुदेव। हरिनाम संकीर्तन यज्ञ की जय। श्रील प्रभुपाद की जय। और प्रेमानंदे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने। नमस्ते सारस्वते देव गौरवाणी प्रचारिणे निर्विशेषण्यवादि पाश्चात्य देशने। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे। जय श्री प्रभुपाद की जय। പേജ് നമ്പർ 36, 36ാമത്തെ പേജിലെ 4 യമനിയമങ്ങളെ കുറിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും 4 യമനിയമങ്ങളെ കുറിച്ച്. എന്താണ് 4 യമനിയമങ്ങൾ? ആരെങ്കിലും ഒരാൾ പറയാവോ 4 യമനിയമങ്ങൾ എന്തൊക്കെയാണെന്ന്? ഒന്ന്, ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. 4 യമനിയമങ്ങൾ. 1, മത്സ്യമാംസാദികൾ, മുട്ട എന്നിവ ഉപയോഗിക്കാതിരിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ചൂതാട്ടം ഒഴിവാക്കുക. അവിഹിത ലൈംഗിക വീഴ്ചകൾ ഒഴിവാക്കുക. എന്നാലുമാണ് ഹരേ കൃഷ്ണ കാര്യം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് യമ നിയമം എന്ന് പറയുന്നത്. അപ്പോ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 4 കാര്യവും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പലപ്പോഴും ആധ്യാത്മിക പ്രസ്ഥാനത്തിൽ പോകുമ്പോൾ ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമ്മളെ പഠിപ്പിക്കാറില്ല. കാരണം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കുമ്പോൾ പലർക്കും അത് പറ്റാതെ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? പതുക്കെ ആ ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങ് ഒഴിവാക്കും. അല്ലാതെ നമ്മളെ അടുത്ത് ആർക്കും വിരോധം കൊണ്ടൊന്നുമില്ല. പലപ്പോഴും ആൾക്കാർ ചിലപ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഈ കൃഷ്ണ വൈഷ്ണവ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ ആൾക്കാർ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് നമ്മളുമായിട്ട് ചേരാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കുണ്ട്. കാരണം എവിടെ പോയിരുന്നാലും നമ്മൾ ഏതൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിന് ചില റൂൾസ് ഉണ്ടാവും. ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല. കാരണം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മികത്തിൽ പുരോഗതി ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ സംഗീതം പഠിക്കാൻ പോകും, അവിടെ സാധനകളുണ്ടാവും. നമ്മൾ സാധന പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ സംഗീതം നന്നായിട്ട് പാടാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ചില ഫുഡ് കഴിക്കരുതെന്ന് പറയും, ചിലത് കഴിക്കാൻ പറയും. അപ്പോൾ അവിടെ ഒരു നിയന്ത്രണം ഉണ്ടാവും. ആ നിയന്ത്രണമില്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് ആ സാധന നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താനും സാധിക്കില്ല. ആധ്യാത്മികത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഈ 4 കാര്യം ഫോളോ ചെയ്യണം. ഇതിനെയാണ് സംസ്കാരം ഉള്ള വ്യക്തി എന്ന് പറയും. ഇത് ഫോളോ ചെയ്യുന്ന വ്യക്തികളെയാണ് എന്തെന്ന് പറയുക? സംസ്കാരമുള്ള വ്യക്തികൾ എന്ന് പറയുക. പക്ഷെ കലിയുഗത്തിൽ നേരെ തിരിച്ചാണ്. ഈ 4 കാര്യം നല്ല സംസ്കാരമുള്ള ആൾക്കാരായിരിക്കും. നല്ല കോട്ട് ഇട്ടിരിക്കും, നല്ല പാൻറ് ഷർട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ജെന്റിൽമാനെ പോലെ ഇരിക്കും. പക്ഷെ അവര് ആദ്യം ചെയ്യുന്നത് നോൺ വെജ് കഴിക്കും. കാരണം മറ്റൊരു ജീവാത്മാവിനെ ഉപദ്രവിച്ചിട്ട് അവരെ കൊന്നിട്ടായിരിക്കും അവർ എൻജോയ് ചെയ്യുക. അപ്പൊ അതൊരു സംസ്കാരമുള്ള ഒരു വ്യക്തിയല്ല. സംസ്കാരമുള്ള ഒരു വ്യക്തി വാക്കാലോ പ്രവൃത്തിയാലോ ശാരീരികമായിട്ടോ മറ്റൊരു വ്യക്തിയെ പീഡിപ്പിക്കാൻ പാടില്ല, അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അത് അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് സംസ്കാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രത്തിൽ പറയും. ഇനി ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുക, അത് യൂസ് ചെയ്താലും ആ വ്യക്തിക്ക് ബോധമില്ലാതെ റോഡിൽ കിടക്കും. നമ്മൾ പറയില്ല, വെള്ളമൊഴിച്ച് റോഡിൽ കിടക്കുമ്പോൾ തന്നെ ഒരു സംസ്കാരം ഇല്ലാതെ റോഡിൽ കിടക്കുന്നത് നോക്കുക എന്ന് പറയും. അപ്പൊ അതും പാടില്ല എന്ന് പറയാം. ചൂതാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ കാശ് വെച്ചിട്ട് മറ്റൊരുത്തനെ, നമ്മുടെ കാശ് വെച്ച് നമ്മൾ ബിസിനസ് ചെയ്തിട്ടല്ല കാശ് ഉണ്ടാക്കുന്നത്. നമ്മളെ കാശ് ഇട്ടിട്ട് വേറൊരുത്തനെ പറ്റിച്ചിട്ട് അവന്റെ കാശും കൂടെ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അത് പാടില്ല. പിന്നെ അവിഹിത ബന്ധം,
അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് 4നും 4 കാരണങ്ങളുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും പറയാവോ എന്തുകൊണ്ട് മത്സ്യമാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു? ആർക്ക് പറയാം? കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതില് സത്വരജ തമോ ഗുണങ്ങളിലെ തമോ ഗുണവും രജോ ഗുണവും ഒക്കെ കൂടുതലായിട്ട് ഈ വക ഭക്ഷണങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടല്ലേ? ഹരേ കൃഷ്ണ. അത് കാരണമുണ്ട്. എന്താ പറയാ, തമോ ഗുണം സാത്വിക ഗുണം മാറി നമുക്ക് രജോ തമോ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അത് ആ കാറ്റഗറിയിൽ പെട്ട ഫുഡാണ്. പക്ഷെ എന്തുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല? ഹരേ കൃഷ്ണ. അത് മരിച്ചതിന് ശേഷം ചത്തതിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ആണോ? ഹരേ കൃഷ്ണ. മനസ്സിലായില്ല. അതിന് ജീവനില്ലാത്ത അതിനകത്തുനിന്ന് ജീവനില്ലാത്തതിനെ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഹരേ കൃഷ്ണ. മത്സ്യമാംസം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. ജീവനുള്ള ഒരു സാധനത്തിനെയാണ് കൊന്നു തിന്നുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആധ്യാത്മികത്തിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും? ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. നമുക്ക് ദയ പോകുന്നോണ്ടാണോ ഗുരുജി? ദയ പോകുന്നല്ലേ പറയുന്നത്? കറക്റ്റ്. ദയ നഷ്ടപ്പെടും. അതായത് നമുക്ക് ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ ഒരു മൃഗത്തിനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. നമ്മളെ സ്നേഹം ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ നമ്മളൊരു പട്ടിക്ക് ആഹാരം കൊടുക്കും, പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കും. ചിലര് പട്ടിയെ കണ്ടാൽ വെറുതെ ഇരിക്കുന്ന പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിക്കും. അപ്പൊ ഇങ്ങനെ അതിനെ ഉപദ്രവിക്കുന്ന മെന്റാലിറ്റിയും ഉണ്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെന്റാലിറ്റിയും. ഓക്കെ. അപ്പോൾ ഈ ദയ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടും. അത് എങ്ങനെ നഷ്ടപ്പെടും? ആരോ കൊല്ലുന്നു, നമ്മളല്ല കൊല്ലുന്നു, പിന്നെ എങ്ങനെ നഷ്ടപ്പെടും? വേറൊരാളാണല്ലോ കൊല്ലുന്നത്, നമ്മളല്ലല്ലോ കൊന്നത്, പിന്നെ എങ്ങനെ നമ്മുടെ ദയ നഷ്ടപ്പെടും? ഹരേ കൃഷ്ണ. അത് ആ സമയത്തുള്ള ആ ജീവിയുടെ ഭയത്തിന്നോ ഫീലിംഗിന്നോ അത് നമ്മളിലേക്ക് പകരുന്നതാണ്. ഹരേ കൃഷ്ണ. കുറച്ചുകൂടെ അത് കറക്റ്റാണ്. എന്നാലും വേറെ ആർക്ക് പറയാം? ട്രൈ ചെയ്ത് നോക്കാം, പറയാം. തെറ്റ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്തായിരിക്കും കാരണം? വേറൊരാളാണല്ലോ കൊല്ലുന്നത്, നമ്മളല്ലല്ലോ കൊന്നത്, പിന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ട്? അയാൾക്കാണല്ലോ പാവം കിട്ടും, നമുക്ക് പാവം കിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തെ കൊല്ലരുതെന്ന് പറയുമോ? ഹരേ കൃഷ്ണ. അതിന്റെ ഒരു ഭാഗം നമ്മളും കൂടെ ഷെയർ ചെയ്യണല്ലോ. അതെ, അതിന്റെ ഒരു ഭാഗം നമ്മൾ തന്നെ ഷെയർ ചെയ്യാണ്. പിന്നെ ആത്മീയമായ ഉന്നതി ലഭിക്കണമെങ്കിലും ഇത് കഴിക്കാൻ പാടില്ല. കാരണം നമ്മളൊരു മൃഗത്തിന് സമാനമായി മാറല്ലേ. അപ്പോ ഓക്കെ, ഇത് ഇത്രയും നിങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ പറയാം. അതായത് ദയ നഷ്ടപ്പെടും എന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞു. എന്ത് പറഞ്ഞാൽ മത്സ്യമാംസം കഴിക്കുമ്പോൾ. അപ്പൊ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളല്ല കൊല്ലുന്നത്, വേറൊരാൾ കൊന്നാലും നമ്മൾ ഇതിനെ കൊന്നിട്ട് തിന്നു. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, കൊല്ലുന്നതൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ തിന്നുന്നുണ്ട്. ഒരാൾ ചിക്കൻ കഴിക്കുന്നുണ്ട്, മട്ടൻ കഴിക്കുന്നുണ്ട്, വേറെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ കൊന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ ഇതിൽ നിന്ന് വന്നതാണെന്ന് അറിയാം. ഈ ആടിന്നോ മാടിന്നോ കോഴിന്നോ വന്നതാണെന്ന് അറിയാം. ആ കോഴിയെ കാണുമ്പോൾ അയാളുടെ അറിയാതെ കഴിക്കാനുള്ള സാധനമാണെന്നൊരു തോന്നൽ അവരുടെ മൈൻഡിലൊന്ന് ക്രിയേറ്റ് ആകും. ഈ കോഴി എന്ന് പറയുന്നതിൻ്റെ ആ ദയ അവരുടെ അറിയാതെ നഷ്ടപ്പെടും. അവരറിയാതെ അവർക്ക് നഷ്ടപ്പെടും. ഹൃദയത്തിലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അത് നമുക്ക് വേറൊരു കാര്യം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് ടൈമാണ് ഒരാൾ ഒരു കോഴി അറുക്കുന്ന സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അറുക്കുകയോ ചെയ്താൽ അവർക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, അതിനെ കാണാൻ പറ്റില്ല, അവർക്ക് ഒരു ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സ്വന്തമായിട്ട് ഒരാൾ കൊല്ലാൻ ശ്രമിക്കില്ല. ഇനി അഥവാ അവർ ചെയ്താലും അവർക്ക് ഭയങ്കര ഒരു പ്രയാസമായിരിക്കും ആ ബ്ലഡും ഇതൊക്കെ കാണുമ്പോൾ. പക്ഷെ അവർ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടായി, സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ അവർക്കൊരു മടിയുണ്ടായി, തേർഡ് ടൈം ചെയ്യുമ്പോൾ പിന്നെ അവർ യൂസ്ഡ് ആവും. അവർക്കത് വലിയ വിഷയമല്ല. ഇപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അയാൾ ഒരു ദിവസം ഇങ്ങനെ അറുത്തിട്ടുകൊണ്ടേയിരിക്കും, കാരണം അയാൾക്ക് അതൊരു വിഷയമില്ല. പക്ഷെ അതേ വ്യക്തി ഫസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് അതിൽ അറപ്പും മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ അയാളുടെ ഹൃദയം അങ്ങനെ മാറി, ആ സോഫ്റ്റ്നെസ് മാറി. നമ്മൾ ഒരിക്കലും ഒരു പാഡി ഫീൽഡിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കശാപ്പ് കടയിൽ പോയിട്ട് നമ്മൾ നമ്മുടെ കുട്ടിയെ കൊണ്ട് കാണിച്ചു കൊടുക്കില്ല, ഇങ്ങനെ അറുക്കുന്നതിനെ കാണിച്ചു കൊടുക്കില്ല.
എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ മനസ്സിനെ അത് ഇല്ലാതെയാക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ആ ഒരു പാരൻസും കൊണ്ട് കൊച്ചുങ്ങളെ കൊണ്ട് ചിക്കൻ അറുക്കുന്നതോ മട്ടൻ അറുക്കുന്നതോ സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കില്ല. പക്ഷെ നമ്മളെല്ലാവരും വേണമെങ്കിൽ കൊയ്ത്ത് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകും. അവിടെ ഹാർവെസ്റ്റാണ്, ജീവനുള്ള ഒരു സാധനമാണ് പച്ചക്കറി വെട്ടുന്നതും. പക്ഷെ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് ഫ്രൂട്ട്സ് പറിക്കാൻ പറയും, അല്ലെങ്കിൽ വെജിറ്റബിൾ പറിച്ച് കൊണ്ടുവരാൻ പറയും. അത് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ മറ്റേ കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് പേടിയുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മാനസിക തലത്തിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് കേൾക്കുന്നില്ല പ്രഭുജി. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല, പലപ്പോഴും കട്ട് ചെയ്ത് പോകുന്നു. ആണോ? ഇപ്പൊ കേക്കാവോ? ഹരേ കൃഷ്ണ. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത് വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു കൊച്ചിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന കൊയ്ത്ത് നടത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ പാട്ടും കാര്യമായിട്ട് സന്തോഷമായിട്ട് ഈവൻ വീട്ടിലെ പച്ചക്കറി പറിക്കാൻ വിടും നമ്മൾ കുട്ടികളെ. പക്ഷെ അതിനെല്ലാം കുട്ടിക്ക് റിസൾട്ട് എന്താണ്? ഹാപ്പി ആയിട്ട് കിട്ടും. പക്ഷെ നോൺ വെജ് വെട്ടുന്ന ഒരു എന്താ പറയുക, കശാപ്പ് കടയിൽ നമ്മൾ കൊണ്ടുപോകില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് തന്നെയാണ് ദയ നഷ്ടപ്പെടുമെന്ന് പറയുന്നത്. കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കൃഷ്ണന്റെ അടുത്ത് സ്നേഹം ഉണ്ടാകണമെങ്കിൽ എല്ലാ ജീവാത്മാവിൻ്റെ അടുത്തും ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കൃഷ്ണന്റെ അടുത്ത് സ്നേഹം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ആധ്യാത്മികം പഠിക്കുന്ന വ്യക്തി, പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മത്സ്യമാംസങ്ങൾ, മൃഗങ്ങളെ വധിക്കരുത്, കൊല്ലരുത്, കൊന്നു തിന്നരുത് എന്ന് പറയുന്നത്. ഓക്കെ. ലഹരി പദാർത്ഥം യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്താൽ സ്വബോധം നഷ്ടപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോ നമുക്ക് കോൺഷ്യസ് കൃഷ്ണന് പോവും. ബോധം നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇതുകൊണ്ടാണ് അത് യൂസ് ചെയ്യരുത്. ആധ്യാത്മികത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു വാക്കുണ്ട്. എന്താണ് നഷ്ടപ്പെടുക? തപസ്യ നഷ്ടപ്പെടും. കാരണം ബോധമില്ലാത്ത ഒരു വ്യക്തിക്ക് തപസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണനെ, പരമാത്മാവിനെ ധ്യാനിക്കണമെങ്കിൽ പരമാത്മാവിനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണം. അല്ലെ, ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. തിരുവത്തിന്റെ മധ്യത്തില് നമ്മൾ ധ്യാനിക്കണം, പരമാത്മാവിനെ ധ്യാനിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണ എന്ന് പറയും ഗുരുവായൂരപ്പ എന്ന് വിചാരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ മനസ്സിനകത്ത് വരണം. ഇതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഓം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ധ്യാനം എന്ന് പറയുക. പക്ഷെ ഒരു വെള്ളം അടിച്ചിരിക്കുന്ന വ്യക്തി, ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ധ്യാനിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അയാൾക്ക് ഭാര്യയും മക്കളെയും തിരിച്ചറിയില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ റോഡിൽ കിടക്കും. ആരാണ്, വീട് എവിടാന്ന് അറിയില്ല, സ്ഥലബോധമില്ല. അയാൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മനസ്സുകൊണ്ട് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചിന്തിക്കാൻ സാധിക്കും? ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത് മനസ്സ് സ്ട്രോങ് ആയിട്ടിരുന്നാൽ മാത്രമേ മന്ത്രം ജപിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് വിടാൻ പറയുന്നു? ലഹരി പദാർത്ഥങ്ങൾ വിടാൻ പറയും. ചൂതാട്ടമായാലോ എന്ത് സംഭവിക്കും? ചൂത് കളിച്ചാൽ ഗ്രീഡിനെസ്. ഹരേ കൃഷ്ണ. ഗ്രീഡിനെസ് ഉണ്ടാകും. പക്ഷെ എന്ത് നഷ്ടപ്പെടും? സത്യസന്ധതയാണോ? ഹരേ കൃഷ്ണ. സത്യസന്ധത നഷ്ടപ്പെടും. അതായത് പറ്റിക്കാനുള്ള പ്രവണത അങ്ങ് ഉണ്ടായി തുടങ്ങും. ഒരാള് ചൂത് കളിക്കുമ്പോൾ കാശ് ഇൻവെസ്റ്റ് ചെയ്താൽ അയാളുടെ പൈസ നഷ്ടപ്പെടും. നഷ്ടപ്പെട്ട ഉടനെ അയാൾ എന്ത് വിചാരിക്കും? പോട്ടെ, നഷ്ടപ്പെട്ടത് പോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമോ? വരില്ല. അടുത്ത പൈസ എവിടെന്നെങ്കിലൊക്കെ കൊണ്ടുവച്ചിട്ട് പോയതും ഇപ്പൊ വെച്ചതും എല്ലാം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് രണ്ടാമതും വെക്കും. അതിന് എക്സാമ്പിളാണ് മഹാഭാരതത്തിൽ യുധിഷ്ഠിര മഹാരാജ്. യുധിഷ്ഠിര മഹാരാജ് എന്താ ചെയ്തത്? ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് പണയപ്പെടുത്തി, രാജ്യം പണയപ്പെടുത്തി, അനിയന്മാരെ, സഹോദരന്മാരെ പണയപ്പെടുത്തി, സ്വന്തം ഭാര്യയെ പണയപ്പെടുത്തി. എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഓരോന്നും വെക്കുമ്പോൾ യുധിഷ്ഠിര മഹാരാജിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉള്ളതിനും കൂടെ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? എന്നാൽ യുധിഷ്ഠിര മഹാരാജ് ആയതുകൊണ്ട് കള്ളത്തനം കാണിച്ചില്ല. പക്ഷെ സാധാരണ ആൾക്കാരെങ്ങനെയാ വെച്ചാൽ പോയത് തിരിച്ചു കിട്ടാൻ വേണ്ടി കള്ളം പറയും, കള്ളം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ചൂത് കളിക്കുന്ന സ്ഥലത്ത് മിക്കവാറും അടിയുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. എന്തുകൊണ്ട്? ഇവർ കള്ളത്തനം ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. സോ ആധ്യാത്മികത്തിൽ കള്ളത്തനമുള്ള ഒരു വ്യക്തിക്ക് ആധ്യാത്മികം നേരെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. അവിഹിതം, ലൈംഗിക വീഴ്ച,
ലൈംഗിക ബന്ധം കൊണ്ടിട്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു തപസ് നഷ്ടപ്പെടും, പരിശുദ്ധി നഷ്ടപ്പെടും. സോറി. അപ്പോ പരിശുദ്ധി നഷ്ടപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ചാല് ഓരോ വ്യക്തിക്കും പ്യൂരിറ്റി ഉണ്ട്. പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ് എന്ന് പ്രഭുപാദ് പറയുന്നത്. അതായത് പ്രഭുപാദ് എന്തുകൊണ്ട് ലോകത്തിലെ മുഴുവൻ ആൾക്കാരെയും ആകർഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുപാദിന് ആ പരിശുദ്ധി ഉണ്ടായിരുന്നു. കാരണം 24 മണിക്കൂറും ഒരു യോഗി എങ്ങനെയാണോ പരമാത്മാവിനെ ധ്യാനിക്കുന്നത്, അതുപോലെ കൃഷ്ണനെ കുറിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, എങ്ങനെ അവരെ കൊണ്ട് പരിശീലിപ്പിക്കാം എന്നുള്ള ചിന്തയുമായിട്ട് പ്രഭുപാദ് ഹോൾ ലൈഫ് നടന്നു. അതുകൊണ്ട് പ്രഭുപാദിന് പരിശുദ്ധി കൂടി. എല്ലാവർക്കും ഈ റൂൾസ് റെഗുലേഷൻസ് മറ്റു സഹോദരന്മാരെ ആരെയും ഇഷ്ടമില്ല, പക്ഷെ പ്രഭുപാദിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. എന്തുകൊണ്ട് വെച്ചാൽ പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. അതിന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒരു കൊച്ചുകുട്ടി കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിലും തീരെ ചെറുതാകുമ്പോൾ കൂടുതൽ ഇഷ്ടമാണ്. അത് വളരുമ്പോൾ നമ്മുടെ ഇഷ്ടം കുറയും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചെറുതാകുമ്പോൾ അതിനകത്ത് മാലിന്യമേ ഇല്ല കുട്ടി, അല്ലെ? അതിന് പരിശുദ്ധി കൂടുതലാണ്. അത് ഈവൻ നമ്മുടെ ശത്രുക്കളുടെ മക്കളായിരുന്നാൽ പോലും ആ കുട്ടിയെ നമുക്ക് ഇഷ്ടപ്പെടും. അവരവിടെ ആ കുട്ടി മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അത് തലോടിയിട്ട് പോകും. എന്തുകൊണ്ടാണ്? ആ കുട്ടി നമ്മളെ ആകർഷിക്കും. ഓക്കെ. അതേ കുട്ടി ഒരു 10 വയസ്സാകുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന അത്രയും താല്പര്യം ആ 10 വയസ്സ് കുട്ടിയുടെ അടുത്ത് കാണില്ല. കാരണം അതിന്റെ മനസ്സിനകത്ത് മാലിന്യപ്പെട്ടു. അപ്പൊ പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. അതാണ് പറയുന്നത് ഇവിടെ. എന്താണ്? ഈ അവിഹിതം വെച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അപരിശുദ്ധി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ആധ്യാത്മിക വ്യക്തികൾക്ക് പരിശുദ്ധി നഷ്ടപ്പെട്ടാൽ അവരുടെ കൃഷ്ണനുമായിട്ടുള്ള എന്താ പറയുക, ആ ബന്ധം കുറയും. സോ ഈ 4 കാര്യം ഫോളോ ചെയ്യുന്നവരെ സംസ്കാരമുള്ള വ്യക്തികൾ എന്ന് പറയുന്നു. അവർക്ക് ആധ്യാത്മികത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ കുറെ കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഈവൻ എന്താ പറയുക, മത്സ്യമാംസം എന്ന് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ബിസ്ക്കറ്റ്, പിന്നെ ചോക്ലേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കൊക്കോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് എപ്പോഴും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ മറ്റുള്ള ഒരു ഫാമിലിക്കകത്ത് ഇരിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്ത് നമ്മൾ അതിനെ പതുക്കെ വിട്ടു തുടങ്ങണം. ഒറ്റയടിക്ക് ഭയങ്കര ഇന്ന് ക്ലാസ്സിൽ കേട്ടു നാളെ മുതൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്താ പറയുക, അപ്പൊ അവര് ചോദിക്കും നമ്മളെ അടുത്ത്, എന്തിനു ഉള്ളി വെളുത്തുള്ളി എന്ത് കഴിക്കാത്തത്, എന്താ പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഉള്ളി വെളുത്തുള്ളി കഴിക്കുന്നത് പാവമാണോ ഇല്ലയോ? ഹരേ കൃഷ്ണ. എന്താ പ്രഭുജി? ഉള്ളി വെളുത്തുള്ളി, ഓണിയൻ ഗാർലിക് കഴിക്കുന്നത് പാവമാണോ അല്ലയോ? അത് പാടില്ല എന്നറിയാം. അത് രജോഗുണത്തിന്റെയോ മറ്റോ അല്ലേ? ഹരേ കൃഷ്ണ. പാവമാണോ ഉള്ളി വെളുത്തുള്ളി കഴിക്കുന്ന? പാവമാണോ? അല്ല. ശ്രീജാമാതിരി എന്താ പറയാ? ജയശ്രീമതി. തമോ ഗുണത്തിലുള്ള ഭക്ഷണമായതുകൊണ്ട് ഒഴിവാക്കണം എന്നല്ലേ പ്രഭുജി? തമോ ഗുണത്തിലെ ഭക്ഷണമാണ്. ഓക്കെ. അപ്പൊ അത് സിൻഫുൾ ആണോ ചെയ്യുന്നത്, കഴിക്കുന്നത്? സിന്നാണോ? അല്ല പ്രഭുജി, അല്ല. അപ്പൊ പാവമല്ല, പക്ഷെ പിന്നെന്താ കഴിക്കാൻ പാടില്ലാത്തത്? നോൺ വെജ് കഴിച്ചാൽ പാവമാണ്. ഇത് മൃഗത്തിനെ കൊന്നു തിന്നുന്നു, അതുകൊണ്ട് പാവമാണ്. പക്ഷെ ഇവിടെ പാവമല്ല, ഇത് വെജിറ്റേറിയൻ തന്നെയാണ്. പക്ഷെ ഈ ഫുഡ് നമ്മളെ കാമക്രോധങ്ങൾ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഫുഡാണ്. അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കഴിച്ചത് കൊണ്ട് നമുക്കൊരു പാവം കിട്ടില്ല. മറ്റത് തീർച്ചയായും നമുക്കതിൻ്റെ റിയാക്ഷൻ, കർമ്മിക് റിയാക്ഷൻ നമുക്ക് ഉണ്ടാകും. ഇനി ഈ ഫുഡ് തമോ ഗുണത്തിലെ ഫുഡായതുകൊണ്ട് അത് കൃഷ്ണന് നമ്മൾ നിവേദിക്കണം. അതുകൊണ്ടാണ് അതിനെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ കൊക്കോ, ചോക്ലേറ്റ്, ഇതിലെല്ലാം എന്താണ്, കെഫൈൻ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോധത്തിന് ഡെയിലി ചോക്ലേറ്റ് കഴിച്ചു നോക്കിയാൽ അറിയാം. ചിലർക്ക് ആഹാരം കഴിച്ചിട്ട് ചോക്ലേറ്റ് കഴിക്കണം, അങ്ങനെ ഒരു ശീലം ഉണ്ടാവും. അവർ അഡിക്റ്റാണ്, അവരറിയില്ല. അതിനകത്ത് ചെറിയ അഡിക്ഷനുള്ള സാധനം. അതുകൊണ്ടാണ് അവർക്ക് അറിയാതെ ഫുഡ് കഴിച്ചിട്ട്, ലഞ്ച് കഴിച്ചിട്ട് അവർ പോയി നേരെ ചോക്ലേറ്റ് വാങ്ങിച്ചു.
എന്ന് വെച്ചാൽ അവരങ്ങനെയാണ്. കോഫി കുടിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി കൃത്യ ടൈമിൽ കോഫി കിട്ടണം, ഇല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഒരു പ്രയാസം, എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യും. ചായ കുടിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെയാണ്. കറക്റ്റ് കൃത്യമായിട്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എത്ര തിരക്കുണ്ടായിരുന്നാലും ശരി തന്നെ പതുക്കെ ആ ടൈം ആകുമ്പോൾ അവൻ എണീറ്റ് പോകും, ഇല്ലെങ്കിൽ അവരുടെ ടേബിളിൻ്റെ അടുത്ത് എന്ത് വേണം, ചായ വേണം. അപ്പോൾ ഇതെല്ലാം അഡിക്റ്റ് ആവും ആൾക്കാർ. അതുകൊണ്ടാണ് അങ്ങനെ ആകരുത്. നമ്മളെ ആരും കൺട്രോൾ ചെയ്യരുത്, നമ്മൾ കൺട്രോൾ ചെയ്യണം, വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും കലിയുഗത്തിൽ ഇതൊക്കെ വലിയ പ്രയാസങ്ങൾ. കലിയുഗത്തിലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യൂസ് ചെയ്യണം എന്നാണ്. ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ അവരുടെ സംസ്കാരം ഇല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും. യഥാർത്ഥത്തിൽ തിരിച്ചാണ്. നമ്മൾ ആ ഒരു ഹൃദയത്തിലെ എന്താ പറയുക, കാരുണ്യം, സത്യസന്ധത, പിന്നെന്താണ് പരിശുദ്ധി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണനെ. ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കുണ്ട്, ബ്രഹ്മചാരി മീൻ കൃഷ്ണാബോധം. അപ്പോൾ കൃഷ്ണാബോധത്തിലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾ, ഈവൻ ഗ്രഹസ്ഥ ബ്രഹ്മചാരി എന്ന് പറയും. നമ്മൾ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ് കേട്ട് കാണും, ചിലപ്പോൾ ഗ്രഹസ്ഥ ബ്രഹ്മചാരി എന്ന് പറയും. ഈവൻ ഗ്രഹസ്ഥനായിരുന്നാലും അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ, റെസ്ട്രിക്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ അതും ഒരു വ്യക്തി, അത് ഒരു ഫാമിലി മാൻ ആകുമ്പോൾ രണ്ടുപേരും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എത്ര നമുക്ക് സാധിക്കുമോ അത്രയും വളരെ പ്രയാസമില്ലാത്ത രീതിയിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇതൊക്കെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇതിലെന്തെങ്കിലും, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇനി അതുപോലെ അവിഹിതത്തിലും പല കാര്യങ്ങളും ഇതിൽ ബുക്ക് വായിച്ചു കൊള്ളുക. ഈവൻ അബോർഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം പലർക്കും അറിയില്ല, കോമൺ ആയിട്ട് ആൾക്കാർ അബോർഷൻ ചെയ്യാറുണ്ട്. അബോർഷൻ ചെയ്യുന്നത് ഒരു സിൻഫുൾ ആക്ടിവിറ്റീസാണ്, പാവമാണ്. കാരണം ഒരു മുട്ട എന്തുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജീവനുണ്ട്. തീർച്ചയായും ആ മുട്ടയ്ക്കകത്ത് നിന്ന് ഒരു കോഴി ഉണ്ടാകും. അതുകൊണ്ടാണ് ആ മുട്ട കഴിക്കരുതെന്ന് പറയുന്നത്. അതേപോലെ അബോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് കുഞ്ഞായിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ്. ഈവൻ നമ്മുടെ നിയമം അനുസരിച്ചും അത് ചെയ്യാൻ പാടില്ല. ആ കുട്ടി ജനിക്കേണ്ട കുട്ടിയാണ്. അതിനെ നമ്മൾ അബോർഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും റീസൺ കാണിച്ച് നമ്മൾ അബോർട്ട് ചെയ്യാറുണ്ട് ആൾക്കാർ. പക്ഷെ അത് വലിയൊരു പാവം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത് മൃഗത്തിനേക്കാളും കോൺഷ്യസ് കൂടുതലുള്ളത് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അബോർഷൻ. ഒത്തിരി പാവങ്ങൾ നമുക്കും ഉണ്ടാകും. ചെയ്തിട്ടുള്ളവർ എത്ര വലിയ പാവിയായിരുന്നാലും ചെയ്തിട്ടുള്ള കൃഷ്ണാബോധത്തിൽ വരുമ്പോൾ ഒരാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പാവങ്ങളും തീരും. പക്ഷെ കൃഷ്ണാബോധത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ പാവങ്ങൾ ചെയ്യരുത്, അത് അവർക്ക് കൂടുതൽ തടസ്സങ്ങളുണ്ടാകും. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, അപ്പോ ടീ കോഫി ഒന്നും പാടില്ല? അതെ, ടീ കോഫി പാടില്ല. പക്ഷെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകും, പിന്നെ വീടുകളിൽ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നിർത്തുമ്പോൾ വീട്ടിലെ ആൾക്കാരൊക്കെ ചോദിക്കും, എന്താ നിർത്തി, പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യും? പാലും വെള്ളം കുടിക്കും. വെരി ഗുഡ്. അപ്പോൾ അതിന് പകരം ഒരെണ്ണം പാലും വെള്ളം കുടിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എത്ര പേര് ടീ കോഫി അവോയ്ഡ് ചെയ്തവരുണ്ട് ഇപ്പോൾ? അപ്പോൾ അത് ക്രമേണ പ്രാക്ടീസ് ചെയ്യുക. ചിലർക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നാലും അവർക്ക് സാധിക്കാതെ വരും ചില ആൾക്കാർ. അപ്പോൾ ചിലർക്ക് എന്താ പറയുക വെച്ചാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി വീടുകളിലൊക്കെ. പക്ഷെ അത് ഇതുപോലെയാണ്, നമുക്ക് എന്തെങ്കിലും കുടിക്കുക. എനിക്കിപ്പോൾ ചായ ഇഷ്ടമില്ല, അതുകൊണ്ട് ചായ കുടിക്കുന്നില്ല. ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ട് അവർ ചായയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഹോംമെയ്ഡ് മെഡിസിൻ എടുക്കുക. ഹോംമെയ്ഡ് മെഡിസിൻ എടുക്കുമ്പോൾ ചായ കോഫി അവോയ്ഡ് ചെയ്യാൻ പറയും സാധാരണ. അപ്പോൾ ആ മെഡിസിൻ എഫക്റ്റ് ഇല്ലാതായി പോകും പറഞ്ഞിട്ട്, അതുകൊണ്ട് അതിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അത് ഹോമിയോ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് ഞാൻ ചായ കോഫി അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാനേ ഉള്ളൂ.
എല്ലാം ഉടനെ നമ്മൾ പോയി പറയരുത് അവരുടെ ഫ്രണ്ടിൽ, ഞാൻ കൃഷ്ണബോധത്തിലാണ്, ഞാൻ ഇസ്ലാമിൽ പോകുന്നു, ഞാൻ ഇന്ന ക്ലാസ് കേട്ടു, അതുകൊണ്ട് ചായ കോഫി ഇനി മുതൽ കുടിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം. സിമ്പിളായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളതിനെ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ഗ്രഹത്തിൽ ഒരു ക്ഷേത്രം. ഒരു ക്ഷേത്രം ഒരു ഗ്രഹത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം. നമ്മളെല്ലാവരും പുതിയ വീടുകൾ ആൾക്കാർ വയ്ക്കാറുണ്ട്. പുതിയ വീട് വയ്ക്കുമ്പോൾ ആ പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട പ്ലാൻ എന്ന് പറഞ്ഞാൽ പൂജ. പക്ഷെ നമ്മുടെ എന്താ പറയുക, ഭാഗ്യമില്ലായ്മ എന്ന് പറയാം, ആ വീട്ടിൽ ഏറ്റവും അവസാനം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പൂജ. ബാക്കി എല്ലാ റൂമും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റൂം എന്താണെന്ന് ചോദിച്ചാൽ ബാത്റൂം. അതിനകത്തുള്ള സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും സെറ്റപ്പായിട്ടാണ് ആൾക്കാർ. ആക്ച്വലി ബാത്റൂമിൽ പോവുക വരിക ഏറ്റവും ചെറുതായിരിക്കണം, അതാണ് ബാത്റൂം ആകേണ്ടത്. പക്ഷേ ഏറ്റവും വലിയ സ്പേസ് കൊടുക്കുന്നത്, വലിയ ആഡംബരം കാണിക്കുന്നതെല്ലാം എവിടെയായിരിക്കും? കാരണം ബോഡി കോൺഷ്യസ് ആണ് ആൾക്കാർ കൂടുതൽ. ശരീരത്തിനെ എങ്ങനെ വൃത്തിയാക്കാം ഭാഗികമായിട്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഇനിയൊരു ബോഡി ഉണ്ട് നമുക്ക്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ് ബുദ്ധിക്കുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ മനസ്സ് ബുദ്ധിക്കുള്ള ഫെസിലിറ്റീസ് ആണെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കണം? ആ വീട്ടിൽ പഴയ തറവാട് വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രാധാന്യം ആ പൂജാ റൂമിന് കൊടുത്തു കാണും. ആ വീട്ടിലൊരു നല്ലൊരു സ്ഥാനം നോക്കി അവിടെ ഒരു നല്ലൊരു റൂം തന്നെ അതിന് വേണ്ടിയിട്ടുണ്ടാകും. വീട്ടിൽ അതിനകത്തിരുന്ന് നാമം ജപിക്കുന്ന രീതിയിലുള്ള ഒരു റൂം ഉണ്ടാകും. അപ്പോൾ കൃഷ്ണബോധം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇങ്ങനെ ഒരു പൂജാമുറി ആവശ്യം. ചിലപ്പോൾ ചില വീട് വളരെ ചെറുതായിരിക്കും, സാഹചര്യമില്ലാത്തവരാണെങ്കിൽ ഉള്ള സാഹചര്യത്തിൽ അവരേതെങ്കിലും ഒരു സെൽഫ് പോലെ ഉണ്ടാക്കിയിട്ട് വെക്കാം, അത് സാഹചര്യമാണ്. പക്ഷെ വലിയൊരു വീടുണ്ടെങ്കിൽ അതിനകത്ത് ഭഗവാന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇത്രയും വിശാലമായ റൂമുകളൊക്കെ ഉണ്ടായിട്ട് പടിക്കെട്ടിൻ്റെ അടിയിൽ കൊണ്ട് നമ്മൾ എന്ത് വെക്കാൻ പാടില്ല? ഭഗവാന്റെ റൂം വയ്ക്കും. കാരണം ആർക്കും വേണ്ടാത്തൊരു സ്ഥലം, അവിടെ സ്പേസ് വെറുതെ കിടക്കണം. അതുകൊണ്ട് അവിടെ എന്തുകൊണ്ട് വയ്ക്കാം? പൂജാ റൂം ആക്കാം, എളുപ്പമാണ്. കാരണം ആരും അവിടെ പോകില്ല, ഡിസ്റ്റർബ് ചെയ്യില്ല, നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വെക്കേണ്ടത് പൂജാ റൂമിന് ഭഗവാന് ഈശാവാസ്യം ഇതം സർവം, ഈ ലോകത്തുള്ളതെല്ലാം ഭഗവാന്റേതാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമുക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിലൊന്നും കൊണ്ട് വെക്കാൻ പാടില്ല. അഥവാ വെച്ചിട്ടുള്ളവരാണെങ്കിൽ വേറൊരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് ശ്രമിക്കുക. അതും ഇതുപോലെയാണ്. നല്ല സാഹചര്യം കിട്ടുമ്പോൾ വീട്ടുകാരുടെ മറ്റൊരാളുടെ അടുത്ത് കൺവിൻസ് ചെയ്യണം, ഭഗവാനെ ഇങ്ങോട്ട് മാറ്റിയാൽ അവിടെ ഒരു പൂജാ റൂം പോലെ വെക്കാം. പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വെച്ചേക്കും. ഭഗവാനല്ലേ നമുക്ക് എല്ലാ ഐശ്വര്യവും തന്നത്, അപ്പോൾ ആ ഭഗവാനെ നല്ല സ്ഥലത്ത് വെക്കണ്ടേ എന്ന് അവരെടുത്ത് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ പൂജാ റൂമിന് ഒരു കുടുംബത്തിൽ വളരെ അത്യാവശ്യമാണ്. അവിടെ എല്ലാവരും ഒന്നിച്ച് അവിടെ എന്താ പറയുക, പാരായണം, ഭാഗവതം, ഭഗവത്ഗീത പാരായണം ചെയ്യാനുള്ള സ്ഥലം. പക്ഷേ നമ്മൾ മറ്റു മതങ്ങളിൽ നോക്കുമ്പോൾ അതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവർ റൂം ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. പിന്നെ അതുപോലെ ക്രിസ്ത്യാനികൾ അൾത്താർ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അൾത്താറിൽ പോയിട്ട് അവർ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമുക്കിതെല്ലാം ഉണ്ടായിരുന്നതാണ്, ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് ആവശ്യം. ഇനി നമ്മുടെ ഒരു ദീക്ഷ എടുക്കുന്ന ഭക്തനാണെങ്കിൽ എന്താ പറയുക, ആ വ്യക്തിക്ക് കൂടുതൽ ചിട്ടയോടുകൂടി ഈ നിവേദ്യമൊക്കെ ചെയ്യണം. ഭഗവാന് എല്ലാം ഡയറക്റ്റായിട്ട് കഴിക്കരുത്, ഭഗവാൻ കൊടുത്തിട്ട് കഴിക്കണം. അങ്ങനെ അതുകൊണ്ട് അവിടെ എന്ത് വേണം? നമുക്കൊരു പൂജാമുറി വേണം. ഈ പൂജാമുറി തന്നെ രണ്ടായിട്ടാണ് വെക്കേണ്ടത്. ഒരു ചെറിയ ഓൾട്ടർ ഉണ്ടാകണം. ഓൾട്ടർ എന്ന് പറയുമ്പോൾ പൂജാപീഠം. ഈ പീഠത്തിൽ 3 തട്ടുണ്ടാവണം. ഫസ്റ്റ് ഒരു തട്ട്, സെക്കൻഡ് ഒരു തട്ട്, മൂന്നാമത്തെ. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ പടി പോലെ 18 പടി എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു 3 പടി ഇങ്ങനെ ഉണ്ടാവണം. ഏറ്റവും ടോപ്പിൽ നമ്മൾ കൃഷ്ണനെ വെക്കണം. ഇനി ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാണുന്ന അമ്പലത്തിലൊക്കെ പോയിട്ട് എല്ലാ അമ്പലത്തിലിരുന്നൊരു ഫോട്ടോ നിർത്തി വയ്ക്കും. പൂജാ റൂം മൊത്തം പിക്ചറായിരിക്കും. അതിൽ എല്ലാ ദേവന്മാരും ഉണ്ടാകും, കാണുന്ന സ്വാമിമാരുടെയൊക്കെ
എന്താ മനുഷ്യ ദൈവത്തിൻ്റെ ഒക്കെ പടങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും, ഒന്നിനും ഒരു കുറവുണ്ട്. കാരണം ആരെയും പണക്കണ്ട, നമുക്ക് മുന്നിൽ വെച്ചു. പക്ഷെ അങ്ങനെയല്ല വെക്കേണ്ടത്. ഇനി ഭഗവാന്റെ ഭക്തന്മാർ തന്നെയുണ്ട്. അവരെന്ത് വെച്ചാൽ ഭഗവാന്റെ തന്നെയാണ്. പത്മനാഭസ്വാമി ടെമ്പിളിൽ പോകുമ്പോൾ പത്മനാഭസ്വാമിയുടെ പടം, ഗുരുവായൂരപ്പനെ വന്നപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പടം, വൃന്ദാവനത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഒരു 2 കൃഷ്ണൻ പടം, ഇവിടെ ഇങ്ങനെ ഒത്തിരി പടങ്ങളൊക്കെ വെച്ച് അവരിങ്ങനെ ആരാധിക്കും. പക്ഷെ അവർക്ക് ചിലപ്പോൾ അതൊരു വലിയ പ്രയാസമായി തീരും. കാരണം പൂ വെക്കണമെങ്കിൽ പോലും ഓരോരുത്തർക്ക് പൂ വെച്ച് വരുമ്പോൾ തന്നെ ഒരു മണിക്കൂർ പൂ വെക്കാൻ പറ്റും. ഒരു നിവേദ്യം കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ അതിന് സമയം. അതുകൊണ്ട് പലപ്പോഴും അതൊരു മാനസികമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ ആകരുത്. എല്ലാവരെയും ഇഷ്ടം ആയിക്കോട്ടെ, പക്ഷെ നമ്മളെ ആൾക്കാരിൽ വെക്കുമ്പോൾ ഒന്നി രാധാകൃഷ്ണൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പടം. ഗുരുവായൂരപ്പനാണെങ്കിൽ ഗുരുവായൂരപ്പൻ, ഏറ്റവും ടോപ്പിൽ ഗുരുവായൂരപ്പൻ, അതിൻ്റെ തൊട്ട് അടുത്ത പടിയിൽ നമ്മൾ പഞ്ചതത്വം. ഇസ്കോണിൽ അല്ലെങ്കിൽ ഗൗഡിയ സമ്പ്രദായം അനുസരിച്ചാണെങ്കിൽ ഫസ്റ്റ് രാധാകൃഷ്ണൻ്റെ ഫോട്ടോ വയ്ക്കുക, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വയ്ക്കുക, അല്ലെങ്കിൽ ഗുരുകൃഷ്ണൻ, ഏതെങ്കിലും ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വയ്ക്കുക. അതിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ പഞ്ചതത്വ നമ്മൾ ആരാധിക്കണം. എന്തുകൊണ്ടാണ് പഞ്ചതത്വം ആരാധിക്കണം വെച്ചാൽ കലിയുഗത്തിലെ ഏറ്റവും കരുണാവതാരം എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാവതന്യായ എന്ന് പറഞ്ഞ വലിയ എന്താ പറയുക, പരമപുരുഷനായ ഭഗവാൻ കരുണാവതാരമാണ്. ആ ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യം കൊണ്ടാണ് ഇന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത്. കാരണം ആ പരമ്പരയിലാണ് പ്രഭുപാദെല്ലാം വന്നത്, ആ പരമ്പരയിലാണ് ഗുരുമഹാരാജ് വന്നത്, ആ പരമ്പരയിലാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഏത് അവതാരമാണ് ലോകം മുഴുവനും നാമം ജപിക്കാൻ കാരണം? കരുണാവതാരം, ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ അനുയായികളായ പഞ്ചതത്വ 5 തത്വങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ലെഫ്റ്റ് സൈഡ് പഞ്ചതത്വ വെച്ച് എല്ലാവരും ആരാധിക്കും. പഞ്ചതത്വയെ ആരാധിക്കുന്നവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൃഷ്ണപ്രേമം ലഭിച്ചിരിക്കും, ഡൗട്ടേയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അവർ ട്രാക്കിൽ വരും. സോ നമ്മൾ എന്താ പറയുക, നമ്മൾ ഗൗഡിയ പരമ്പരയിൽ വരുന്നതുകൊണ്ട് കൃഷ്ണൻ്റെ കൂടെ എന്ത് വെക്കണം? പഞ്ചതത്വ. റൈറ്റ് സൈഡിൽ നമ്മൾ നരസിംഹ ഭഗവാനെ വെക്കാം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹ ഭഗവാനാണ് നമ്മുടെ തടസ്സം, ആധ്യാത്മികത്തിലുണ്ടാകുന്ന തടസ്സം. നാമം ജീവിക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ പ്രസാദം കഴിക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ഭാഗവതം വായിച്ചാൽ മനസ്സിലാകുന്നില്ല, വായിക്കാൻ സമ്മതിക്കുന്നില്ല ആൾക്കാർ. ഇങ്ങനെ പല തരത്തിലും തടസ്സങ്ങളല്ല. ഈ ഒബ്സ്റ്റക്കിൾസ്, ഈ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ആരെ വയ്ക്കുന്നത്? നമ്മൾ നരസിംഹ. അപ്പോൾ ഇവർ 3 പേര് മതി. രാധാകൃഷ്ണനുണ്ട്, പഞ്ചതത്വമുണ്ട്, നരസിംഹ ഭഗവാനുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആണ്. ഡെയിലി പൂ വയ്ക്കാൻ വളരെ സമയമില്ല, ഈസി ആയിട്ട് 3 പേർക്ക് ടക്കന്നെ പൂ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഗുരുപരമ്പര, അവിടെ പ്രഭുപാദ് ഉണ്ടാകണം, പിന്നെ പ്രഭുപാദിൻ്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഉണ്ടാകണം. ഹരേ കൃഷ്ണ. ഓക്കെ, പ്രഭുപാദ് ഉണ്ടാകണം, പ്രഭുപാദിൻ്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഉണ്ടാകണം, അദ്ദേഹത്തിൻ്റെ ഗുരു ഭക്തി വിനോദ ഠാക്കൂർ മഹാരാജ് ഉണ്ടാകണം, അദ്ദേഹത്തിൻ്റെ ഗുരു എന്താണ് പറയുക ഗൗരകിഷോർ ദാസ് ബാബാജി ഉണ്ടാകണം, അദ്ദേഹത്തിൻ്റെ ഗുരു ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ്. ഇങ്ങനെ പരമ്പര ഉണ്ടാകണം. ഇവരെല്ലാം ഡയറക്റ്റ് ഗുരുവല്ല, ചിലർ വന്നിട്ട് ഡയറക്റ്റ് ഗുരു അല്ലാതെയും വരും. ഈ പരമ്പര ഇങ്ങനെ വരണം. അത് കഴിഞ്ഞിട്ട് സത് ഗോസ്വാമി, 6 ഗോസ്വാമികളുടെ, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഗോസ്വാമി, ഗോപാലഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി, ഈ 6 ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുയുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന, അടുത്ത് വരുന്ന ഡിസൈപ്പിൾസാണ് ഈ 6 പേര്. ഇവരിൽ ഇരുന്നാണ് ഈ പരമ്പര ഇങ്ങനെ ഗൗഡിയ സമ്പ്രദായം ഇങ്ങനെ തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ അൾട്ടാറിൽ നമ്മൾ ഇവരുടെയും ഫോട്ടോ നമുക്ക് വെക്കാം. വെച്ചിട്ട് നമ്മളിങ്ങനെ പൂക്കൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ആ പിക്ചർ കാണുമ്പോൾ ആ ബുക്കിൽ താഴെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ രാധാകൃഷ്ണൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ഗൗർമിത്തായും നരസിംഹ ഭഗവാനും, പിന്നെ അപ്പോൾ ഇങ്ങനെ ഓർഡർ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുക. ബാക്കിയുള്ള പിക്ചറൊക്കെ നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും വെച്ചോളൂ, പ്രശ്നമില്ല. കാരണം ജപിക്കുമ്പോൾ ഭഗവാനെ കാണുന്നത് നല്ലതാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആൾക്കാറിൽ ഇങ്ങനെ വയ്ക്കുക. നിവേദിക്കുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാം, കർട്ടനിടാം. ഒരു ചെറിയ കർട്ടൻ ഉണ്ടെങ്കിൽ കർട്ടനിടാം. കാരണം നിവേദിക്കുന്ന സമയത്ത് ഭഗവാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നിവേദിച്ചു ഒരു കർട്ടൻ ഇടുക. അതിൻ്റെ ഫ്രണ്ടിലിരുന്നു കൊണ്ട് നമുക്ക് പിന്നെ വായിക്കാം, ഭാഗവതം വായിക്കാം, ഭഗവത്ഗീത വായിക്കാം. ഇതാണ് ഒരു ആൾക്കാർ സെറ്റ് ചെയ്യേണ്ട രീതി. ഇനി ചിലരുടെ വീട്ടിൽ ചിലരെന്ന് വെച്ചാൽ വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവരും. മാക്സിമം വിഗ്രഹങ്ങളൊക്കെ വെക്കാതിരിക്കുക. വെച്ചാൽ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കുക.
ഇനി വിഗ്രഹം വെക്കുമ്പോൾ അത് എങ്ങനെ പൂജ ചെയ്യണം എന്ന് പൂജ അറിയാമെന്നുള്ള ഒരു വൈഷ്ണവരുടെ അല്ലെങ്കിൽ ഒരു പ്രമുഖരുടെ ചോദിച്ച് മനസ്സിലാക്കി പൂജ ചെയ്യണം. ഇനി വിഗ്രഹങ്ങൾ പല തരത്തിലുണ്ടെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തടി കൊണ്ടുള്ള വിഗ്രഹങ്ങൾ വയ്ക്കാം, ശില കല്ലുകൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളുണ്ടാകും, ലോഹങ്ങൾ കൊണ്ടുണ്ടാകും. ഇതാണ് വിഗ്രഹത്തിൻ്റെ ഒരു കാര്യം. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പ്രഭുപാദ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയത് വെക്കാം, തടി കൊണ്ടുണ്ടാക്കിയ ഇതിൽ വെച്ച് ആരാധിക്കാം, പടം വരച്ചത് കൊണ്ട് നമുക്ക് ആരാധിക്കാം, പെയിൻറ്റിങ്, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് ഗ്ലാസ് ചില്ലിട്ട ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ആരാധിക്കാം. പിന്നെ ചില കുപ്പി ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല. പിന്നെന്താ പറയുക, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ആരാധിക്കാൻ പാടില്ല. അപ്പോൾ അത് ആരാധിക്ക് പറ്റിയ വിഗ്രഹങ്ങളല്ല എന്ന് ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കണം എന്ന് പറയും. ചിലപ്പോൾ നമുക്ക് ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുണ്ടാക്കിയ കൃഷ്ണനാണ് കിട്ടുന്നത്. അത് വന്നിട്ട് അവിടെ വെച്ചിരിക്കാം, പക്ഷെ ആരാധനയ്ക്ക് അത് പറ്റിയ സാധനം, അതും ഓർത്ത് വെച്ചു. ഇനി ഈ ഫോട്ടോ വെക്കുമ്പോൾ ചിലപ്പോൾ തോന്നാം പഞ്ചതത്വം എടുത്ത് വേണമെങ്കിൽ ഫസ്റ്റ് വെച്ചിട്ട് കൃഷ്ണനെ എടുത്ത് താഴെ വെക്കാം എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ വെക്കാൻ പാടില്ല. കാരണം കൃഷ്ണൻ ഗോവിന്ദം ആദിപുരുഷൻ തമഹം ഭജാമി, ഗോവിന്ദനാണ് ആദിപുരുഷൻ എന്ന് ബ്രഹ്മ തന്നെ പറയുന്നുണ്ട്. കൃഷ്ണൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ടോപ്പായിട്ടിരിക്കേണ്ടതാണ്. ഈവൻ രാമചന്ദ്രമൂർത്തിയൊക്കെ ഉണ്ടെങ്കിലും രാമചന്ദ്രമൂർത്തിയും കൃഷ്ണനും ഒന്നാണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ വെക്കണം. നരസിംഹ ഭഗവാൻ അടുത്ത സ്റ്റെപ്പിൽ വെക്കാം, പഞ്ചതത്വം അടുത്ത സ്റ്റെപ്പിൽ വെക്കാം. എല്ലാവരും കൃഷ്ണൻ തന്നെ ആയിരുന്നാലും വിഷ്ണു ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ. കാരണം ഇവർക്ക് ആർക്കും 100% കൃഷ്ണൻ്റെ അതേ ക്വാളിറ്റി ഉണ്ടാവില്ല. മറ്റുള്ള ദേവന്മാർക്കൊക്കെ ഉണ്ടാകുമ്പോൾ എത്ര ഉണ്ടാകും എന്ന് പറഞ്ഞാൽ 94% ഉണ്ട്. കൃഷ്ണന് 100% ക്വാളിറ്റി ഉണ്ടെങ്കിൽ വിഷ്ണുവിന് 94% ഉണ്ടാകും. അപ്പോൾ ശിവന് വന്നിട്ട് 84% ഉണ്ടാകും. ബ്രഹ്മാവിന് വന്നിട്ട് 78% ക്വാളിറ്റി ഉണ്ടാകും. ബ്രഹ്മാവിൻ്റെ താഴെ വരുന്ന ദേവന്മാർക്ക് ഇങ്ങനെ ജീവാത്മാവ് മനുഷ്യർക്ക് വരുമ്പോൾ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഇങ്ങനെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഓർഡർ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ചിലർ ഗുരുവിനെ ഇഷ്ടപ്പെട്ടിട്ട് ഗുരുവിൻ്റെ ഫോട്ടോ കൃഷ്ണൻ്റെ ഫോട്ടോ തുല്യമായിട്ട് വയ്ക്കും. അങ്ങനെ വെക്കാൻ ഗുരുവിൻ്റെ ഫോട്ടോ ഏറ്റവും താഴെ തന്നെ വയ്ക്കും. ചിലർ അച്ഛനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അച്ഛനെ ദൈവത്തിനെ പോലെ കാണും. അച്ഛൻ മരിച്ചതിന് ശേഷം മാലയും ദീപം കാണിക്കും, അങ്ങനെ കാണിക്കും. കാരണം പിതൃക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിതൃക്കളുടെ ലോകത്ത് അവർ തിരിച്ചു പോകണം. നമ്മൾ ആരാധന ചെയ്തുകൊണ്ടിരുന്നാൽ അവർ നമ്മോടൊപ്പം ഉണ്ടാകും. ചിലർക്ക് അവരുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും കിട്ടും, പിതൃക്കളുടെ അനുഗ്രഹം കിട്ടും, തെറ്റില്ല. പക്ഷെ ആ ഒരു ആരാധനയുടെ ആവശ്യം ഇല്ല. കൃഷ്ണനെ പിതൃക്കൾക്കെല്ലാം ലിബറേഷൻ കിട്ടിക്കോളും. പിതൃക്കളെ സെപ്പറേറ്റ് ആരാധിക്കണം എന്നില്ല. ഒരിക്കലും ഭഗവാന്റെ ഒപ്പം ആൾട്ടറിനകത്ത് എന്ത് വയ്ക്കാൻ പാടില്ല, അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയൊക്കെ ആൾട്ടറിന് വെളിയിൽ വെക്കണം. വെളിയിൽ വെച്ചിട്ട് ഭഗവാന് ചാർത്തിയ മാല ഉണ്ടെങ്കിൽ കൊണ്ടിടാം. ഭഗവാന് കാണിച്ച ദീപം വേണമെങ്കിൽ അവർക്ക് കാണിക്കാം, അല്ലാതെ അവർക്ക് സെപ്പറേറ്റ് ഒന്നും കാണിക്കാൻ പാടില്ല എന്ന് പറയും. അതേപോലെ ആൾ ദൈവങ്ങളുടെ ഫോട്ടോ, ആൾ ദൈവങ്ങളെയും വെച്ച് നമ്മൾ ഗുരുവിനെ ആരാധിക്കാം. ഗുരുവിനെ ഭഗവാന്റെ താഴെ വെച്ച് നമസ്കരിക്കാം. ഗുരുവിൽ കൂടെയാണ് നമ്മൾ ഭഗവാനിൽ എത്തുന്നത് കൊണ്ട് അവിടെ വയ്ക്കാം. പക്ഷെ ആൾ ദൈവങ്ങളുടെ അല്ലെങ്കിൽ കപട സന്യാസിമാർ, കപടമായ വ്യക്തികളുടെ ഫോട്ടോ ഈ ഓർഡറിൽ വെക്കാൻ പറ്റും. ഈവൻ ദേവന്മാരെ വെക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ ദേവന്മാരുടെ പിക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ വെച്ചു, പഞ്ചതത്വം വെച്ചു, അതിൻ്റെ താഴെ ദേവന്മാർ വയ്ക്കുക, അതിൻ്റെ താഴെ ആരോഗ്യ. ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, പഞ്ചതത്വം വയ്ക്കുന്ന കാര്യം ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? എവിടെ വെക്കണമെന്നാണോ, എന്തിനു വെക്കണമെന്നാണോ? എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത്?
അതായത് പഞ്ചതത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 5 തത്വങ്ങളാണ്. അതായത് ജയ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണനാണ്. ജയ ശ്രീകൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ എന്ന് പറയുമ്പോൾ കൃഷ്ണനും, നിത്യാനന്ദ എന്ന് പറഞ്ഞാൽ ബലരാമും, അദ്വൈത എന്ന് പറഞ്ഞാൽ വിഷ്ണു തത്വവും, ഇനി ഗദാധര എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാറാണിയും, ശ്രീവാസ് എന്ന് പറഞ്ഞാൽ നാരദമുനിയും. അപ്പോൾ ഇവിടെ ഭക്തന്മാരും ഭഗവാനും ചേർന്ന് വന്നിരിക്കുകയാണ്. ഈ അവതാരം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലും ആ അവതാരം അവരെല്ലാവരും ഒന്നിച്ച് നാമപ്രചരണത്തിന് വേണ്ടി വരുന്നവരാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണനാമത്തിനും കൃഷ്ണനും വ്യത്യാസമില്ല. അപ്പോൾ ഈ നാമം ഗോലോകത്തിൽ നിന്ന് വന്ന നാമമാണ്. ഈ നാമത്തിനെ കൊണ്ടിട്ടാണ് ഈ ഭക്തന്മാർ വന്നിരിക്കുന്നത്. ഭക്തനും ഭഗവാനും ഒരേമാതിരി. സോ ഇവരുടെ അനുഗ്രഹം കിട്ടിയാൽ, ഇപ്പോൾ ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം കിട്ടിയാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം ഈസിയായിട്ട് കിട്ടും. ഗോപിയുടെ അനുഗ്രഹം കിട്ടിയാൽ, ഗോപശ്രീകളുടെ അനുഗ്രഹം കിട്ടുമ്പോൾ കൃഷ്ണൻ്റെ അനുഗ്രഹം ഈസിയായിട്ട് കിട്ടും. അതേപോലെ പഞ്ചതത്വയുടെ അനുഗ്രഹം കിട്ടിയാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം ഈസിയായിട്ട് കൃഷ്ണപ്രേമം ഈസിയായിട്ട് നമുക്ക് കിട്ടും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയിലുള്ള ഡിവോട്ടീസിന് ജപിക്കാൻ പറ്റില്ല. ഹരേ കൃഷ്ണ എന്ന് ഡിവോട്ടീസ് ഒരുപാട് ട്രൈ ചെയ്തു. അവർക്ക് എങ്ങനെയെങ്കിലും ജപിപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഹരേ കൃഷ്ണ രാമ, നമ്മൾ വിചാരിക്കും ഒരു കാട്ടാളിന് എന്തുകൊണ്ട് രാമ എന്ന് പറയാൻ പറ്റുന്നില്ല, അവരുടെ നാവ് വഴങ്ങുന്നില്ല രാമ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞു, മര എന്ന് പറഞ്ഞു. മര എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്. മര എന്ന് പറഞ്ഞത് രാമ എന്നാണ്. അതുപോലെ ഇവര് ഈ ആൾക്കാർക്ക് എന്ത് ചെയ്യിക്കാൻ പറ്റുന്നില്ല, ആളെ കൃഷ്ണ പഠിപ്പിച്ചതിന് ശേഷം അവരിങ്ങനെ ജയിച്ച ആളെ കൃഷ്ണ അളയലാമളേ എന്നൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് കൃഷ്ണനാണ്, രാമനാണ്, ഹരയാണെന്ന് ബോധമുണ്ട്. പക്ഷെ അവർക്ക് നാവിൽ വരുന്നില്ല. അങ്ങനെ ജയിക്കാനേ പറ്റാത്ത വന്നപ്പോൾ പ്രഭുപാദിൻ്റെ വന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ട് ഇവരെ കൊണ്ട് ജയിപ്പിക്കാൻ പറ്റുന്നില്ല. പ്രഭുപാദ് ഉടനെ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരെ കൊണ്ട് പഞ്ചതത്വം ജപിക്കാൻ പറ്റും. എല്ലാവരും അതിശയിച്ചു പോകും. ഇവരെ കൊണ്ട് ഹരേ കൃഷ്ണ രാമ മൂന്ന് വാക്കുകൾ പറഞ്ഞാൽ മതി. ഈ നാമം പോലും 3 നാമങ്ങൾ പോലും പറയാൻ പറ്റുന്നില്ല. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഇതെങ്ങനെ ജയിപ്പിക്കാൻ പറ്റും? ഇല്ല, നിങ്ങൾ ചെയ്തോളൂ, അതെങ്ങനെ അവരെ കൊണ്ട് ജയിപ്പിക്കുന്നു. അവസാനം ഇവർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. അവരെല്ലാം പഞ്ചതത്വം ജപിച്ചു. അത് കഴിഞ്ഞ് ഈസിയായിട്ട് ഹരിനാമം ജപിച്ചു. അതാണ്. അതായത് പഞ്ചതത്വയുടെ മർസി, കാരുണ്യം ഉണ്ടായാൽ തടസ്സമില്ലാത്ത ജപം ജീവിക്കാൻ പറ്റും. ആർക്കും നമ്മളെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. എല്ലാ ഒബ്സ്റ്റക്കിൾസ്, എല്ലാ തടസ്സങ്ങളും നമ്മളെ നിന്ന് മാറിപ്പോകും. ആ കാരുണ്യം ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഗൗഡീയ വൈഷ്ണവരെല്ലാം സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുന്നത് ചെയ്യണം, പഞ്ചതത്വം. നമ്മുടെ ഓൾട്ടർ ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പരമ്പരയിലാണ് വരുന്നവരാണെങ്കിൽ അവിടെ പഞ്ചതത്വം. വൃന്ദാവനത്തിൽ പോയാലും, മധുര പോയിരുന്നാലും, ദ്വാരക പോയിരുന്നാലൊക്കെ നമുക്ക് ആ ചൈതന്യ മഹാപ്രഭുയുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടെയെല്ലാം കൃഷ്ണൻ്റെ ഒപ്പം ചൈതന്യ മഹാപ്രഭുയുടെ. ഈവൻ ടാറ്റ ബിർള എന്ന് പറഞ്ഞാൽ അവർ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ വരുന്നവരല്ല, പക്ഷെ അവർ വൈഷ്ണവരാണ്. എന്നിരുന്നാൽ പോലും മധുര അവിടെ പോകുമ്പോൾ ചൈതന്യ മഹാപ്രഭു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്കോൺകാർ മാത്രമാണ് ചൈതന്യ മഹാപ്രഭു മനസ്സിലാക്കുന്നത്. പരമ്പരയിൽ വരാത്ത ബിർളക്കാർ അമ്പലം വെച്ചു മധുരയിൽ. കാരണം ഇവിടെ പള്ളി വെച്ചു, ഭഗവാന്റെ ജന്മസ്ഥാനം പൊളിച്ചിട്ട് പള്ളി വെച്ചു. അപ്പോൾ ഇവിടെ അമ്പലം ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ബിർളക്കാർ അവരമ്പലം എടുത്തു. ആ അമ്പലത്തിനകത്ത് രാധാകൃഷ്ണനെ വെച്ചിരുന്നാലും ഒരു സൈഡ് ആരെ വെച്ചിട്ടുണ്ട്, ചൈതന്യ അറിയാം, ശാസ്ത്രം അറിയാം അവർക്ക്. അതുകൊണ്ട് ഈസിയാണ് ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ നാമം. ഹരേ കൃഷ്ണ. വേറെന്തെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു പഞ്ചതത്വരുടെ അടുത്ത് നമുക്ക് ശ്രീല പ്രഭാതിനെ വെക്കാൻ പറ്റും, പ്രഭാതിന്റെ ഫോട്ടോ. പഞ്ചതത്വയുടെ താഴെ 3ാമത്തെ സ്റ്റെപ്പിലുമാണ് പ്രഭുപാദിനെയും ഗുരുക്കളെയും എല്ലാം വെക്കാനായിട്ട്. പഞ്ചതത്വയുടെ തുല്യമായിട്ട് പ്രഭുപാദിനെ വെക്കണ്ട. പഞ്ചതത്വം വേറെ ആരുമില്ല, കൃഷ്ണനും രാധാറാണിയും വിഷ്ണു തത്വങ്ങളും പിന്നെ നാരദമുനിയൊക്കെയാണ്. അപ്പോൾ അവരുടെ താഴെ പ്രഭുപാദിനെ വെച്ചാൽ മതി. പ്രഭുപാദ് മറ്റു ഗുരുക്കളെല്ലാം നീളത്തിൽ അങ്ങനെ വെക്കാം. അങ്ങനെയാണ് വെക്കാനായിട്ട്.
ഹരേ കൃഷ്ണ പ്രഭു. അപ്പോൾ ഓൾട്ടർ ഇല്ലാത്തവര് അങ്ങനെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം മെയിനായിട്ട് പഞ്ചതത്വ വെക്കും. അടുത്തത് നമുക്ക് വിഗ്രഹാരാധന വരുന്നുണ്ട്. വിഗ്രഹാരാധനയെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളാം. എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, ലഡു ഗോപാലിനെ വെക്കാൻ പറ്റുമോ? ലഡുഗോപാലിനെ വെക്കാം. ലഡുഗോപാല് രാധാകൃഷ്ണൻ ഉണ്ടെങ്കിൽ രാധാകൃഷ്ണൻ മേലെ, ലഡുഗോപാൽ അതിന്റെ താഴെ. അല്ലെങ്കിൽ ഇപ്പൊ രാധാകൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട്, എന്നിട്ട് നമുക്ക് ലഡുഗോപാലിന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ ഫോട്ടോ ബാക്കിലും അതിന്റെ ഫ്രണ്ടില് ലഡുഗോപാലിനെ വെച്ചാൽ മതി. ലഡുഗോപാൽ പരമപുരുഷൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭു. പ്രഭു. അപ്പൊ ഈ ലഡു ഗോപാൽ എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കില്ലേ? ലഡുഗോപാൽ മെറ്റലിൽ കിട്ടും, ബ്രാസിൽ കിട്ടും, പിന്നെ ലോഹങ്ങളിലും ഉണ്ടാവും. നമ്മൾ ഇതിൽ വെക്കണമെന്നില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഉള്ളത് അവിടെ എവിടെയെങ്കിലും വെച്ചിരിക്കുക. എല്ലാം നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ എന്താ പറയുക, ഇനി വെക്കുമ്പോൾ അതൊക്കെ നോക്കണം. കാരണം നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത്രയൊക്കെയാണ്. ചൈന ക്ലേയിൽ ഉണ്ടാക്കുന്നത്, പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കുന്നത്, കുപ്പി ഗ്ലാസ്സിൽ ഉണ്ടാക്കുന്നത്, ഇതുപോലത്തത് ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ അല്ല. പക്ഷെ പെയിന്റിങ് വരച്ച ചിത്രമാണെങ്കിൽ വെച്ചാൽ ഈ മഞ്ചാടി വെക്കുന്നതിൽ എന്തെങ്കിലും? മഞ്ചാടിയൊക്കെ ഒരു വിശ്വാസം. ഓടക്കുഴൽ വെക്കുന്നില്ലേ, അതുപോലെ മഞ്ചാടി വെക്കും ചിലത്. കൃഷ്ണൻ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം എല്ലാം വളരെ വിലപ്പെട്ടതാണ്. ഇപ്പം ഗുരുവായൂരിൽ പോയാൽ ഭഗവാന്റെ കൗബീനം വരെ നമുക്ക് പ്രസാദമായിട്ട് കിട്ടും. കാരണം അത് ഭഗവാൻ ഉപയോഗിച്ചാണ്, അതെല്ലാം പ്രസാദമാണ്. പ്രസാദം എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നർത്ഥം. ഭഗവാൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് തരുന്നു അതെല്ലാം കാരുണ്യം. ചന്ദനം കിട്ടും, അത് ഭഗവാൻ ഉപയോഗിച്ചിട്ട് തന്നതാണ്. കളഭം കിട്ടും, ഭഗവാൻ അഭിഷേകം ചെയ്തതാണ്. ചരണാമൃതം, ഭഗവാന്റെ ചരണത്തിൽ നിന്ന് വരുന്ന തീർത്ഥം, ചരണാമൃതം നമുക്ക് പ്രസാദമാണ്. പായസം പ്രസാദമാണ്. വസ്ത്രം പ്രസാദമാണ്. ഭഗവാൻ ഇട്ടിരിക്കുന്ന മാല നമുക്ക് ഇട്ട് തരും. നമ്മുടെ നാട്ടിലാണ് ഇട്ട് തരാത്തത്. നമുക്കിപ്പോൾ വൃന്ദാവനത്തിൽ മായപ്പൂർ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഭഗവാൻ ഇട്ടിരിക്കുന്ന മാല പൂജാരി കൊണ്ടുവന്ന് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് തരും. അത് വലിയൊരു അനുഗ്രഹമാണ്. ആ ബ്ലെസ്സിങ്സ് ഡയറക്റ്റായിട്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു പേഴ്സണൽ റിലേഷൻ നമ്മുടെ നാട്ടിൽ കുറവാണ് ഭഗവാനുമായിട്ട്. കുറച്ച് നീക്കി നിർത്തും. പക്ഷെ അവിടെയൊക്കെ എന്താ പറയുക, ഒരു പേഴ്സണൽ റിലേഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പ്രസാദം ഡയറക്റ്റ്. ഏത് അമ്പലത്തിൽ പോയാലും മായപ്പൂരിലൊക്കെ പോയാൽ ഭഗവാൻ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം ഉണ്ടാവും, അതിനെടുത്ത് നമ്മുടെ കഴുത്തിൽ കെട്ടിക്കും. ഇനി അവിടെ ഉള്ളവർ ഈ മാല ഇട്ടിട്ട് മുഴുവൻ പരിക്രമം ചെയ്യും, അല്ലെങ്കിൽ മുഴുവൻ വീട്ടിൽ വരുന്നവരെ ഈ കഴുത്തിൽ മാല ഇട്ടിരിക്കും. നമ്മുടെ നാട്ടിലെ ഒരു മാല ഇട്ട് കൊടുത്താൽ, അഥവാ ഇട്ട് കൊടുത്താൽ പോലും ഇമ്മീഡിയറ്റ് ഊരി മാറ്റിപ്പോയി. കാരണം അവർക്കൊരു നാണക്കേടാണ്. കൂട്ടത്തില് എനിക്ക് മാത്രം ഒരു മാല ഇട്ട് തന്നിരിക്കുന്നു പറഞ്ഞാൽ ആൾക്കാർ വല്ലതും വിചാരിക്കും, നാണക്കേട് കൊണ്ട് ഊരിപ്പോയി. അല്ല, ഭഗവാന് സമർപ്പിച്ച മാല. നമ്മളിപ്പം വ്യാസാസനത്തിലിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ ആൾക്കാർ മാല ഇട്ടിട്ട്, അത് കടയിൽ നിന്ന് മേടിച്ച് ഡയറക്റ്റായിട്ട് ഇട്ടതായിരിക്കില്ല, ഭഗവാന് ചാർത്തിയിട്ട് തരുന്നതാണ്. അപ്പൊ അത് പ്രസാദമാണ്. ഈ പ്രസാദം നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മളതിനെ അനുഭവിക്കണം. അപ്പൊ നമ്മൾ കഴിക്കാൻ തന്നാൽ എത്ര ടേസ്റ്റി ആയിട്ടാണ് കഴിക്കുന്നത് അല്ലെ. ഒരു ഫ്ലവർ തന്നാൽ ഭഗവാന്റെ അത് മണപ്പിക്കണം അല്ലെ. അല്ലെങ്കിൽ ഓയില്, ഭഗവാന് ചാർത്തിയ ഓയിൽ തേച്ചാൽ അത് കയ്യിൽ തേച്ചിട്ട് മണപ്പിക്കാം. അതേപോലെ ഭഗവാന് ചാർത്തിയ മാലയാണെങ്കിൽ കുറേ നേരം കഴുത്തിൽ കിടക്കണം, അതിന് ഉടനെ ഊരി മാറ്റും. അത് പ്രസാദമാണ്. ഇനി ഒരു ഭക്തൻ ഇട്ട മാലയാണ് നമുക്ക് കിട്ടുമെങ്കിൽ അത് കൂടുതൽ കാരുണ്യമാണ്. ഭഗവാന്റെ കാരുണ്യം പ്ലസ് ഈ ഭക്തനും കൂടെ ഇട്ടിട്ടാണ് നമുക്ക്, അതായത് ഒരു വ്യാസാസനത്തിലിരിക്കുമ്പോൾ ഒരു സന്യാസിയോ ആരെങ്കിലും കഴുത്തിലിട്ടിരിക്കും മാല, അവരെന്ത് ചെയ്യുവെച്ചാൽ ക്ലാസ് കഴിഞ്ഞിട്ട് ആ മാല എടുത്ത്, അത് ആർക്കാണെന്ന് അറിയില്ല, ആർക്കാ ആ ഭാഗ്യം കിട്ടുകയെന്നറിയില്ല, അവർ ഉടനെ ആ മാല അവർക്ക് കഴുത്തിലിട്ട് കൊടുക്കും. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ്സ് കൂടുതലായി കിട്ടുന്നു. അത് വളരെ ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ്. അങ്ങനെ ഇടുമ്പോൾ ഉടനെ ഊരി മാറ്റരുത്, അത് കഴുത്തിൽ കുറച്ചു നേരം ഇട്ടിരിക്കണം നമ്മൾ. ഇതൊക്കെ പ്രസാദത്തിന്റെ മഹാത്മ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു ചെറിയ സംശയം മുമ്പൊരിക്കൽ ചോദിച്ചതാണ്, ഒന്നും കൂടി ക്ലിയർ ആക്കാനായിരുന്നു പ്രഭുജി. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ്റെയും രാധയുടെയും രാധാറാണിൻ്റെയും ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് കേട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രഭുജി? മാറ്റി പുതിയത് വെക്കുമ്പോൾ പഴയത്?
പഴയത് സാധാരണ എന്താ വെച്ചാൽ പണ്ടൊക്കെ ആറ്റിൽ ഒഴുക്കി വിടും, കടലിൽ ആ ഒഴുക്കും. കാരണം അത് ദ്രവിച്ചു പോയി കാണും ചിലപ്പോൾ, അത് അതെ യൂസ് അതെ ചെയ്യാൻ. അതെ അതെ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കാലിൽ ചവിട്ടാത്ത സ്ഥലത്തിൽ എന്തെങ്കിലും ഒക്കെ മാറ്റി വെക്കുക. പിന്നെ അത് ദ്രവിച്ചാൽ അതിനങ്ങനെ ചെയ്താൽ മതി. അതുകൊണ്ട് ദോഷമില്ലല്ലോ പ്രഭുജി, മാറ്റണത് കൊണ്ട് ദോഷമില്ലല്ലോ അല്ലേ? മാറ്റും. ഈവൻ വിഗ്രഹങ്ങൾ പോലും അമ്പലങ്ങളിൽ മാറ്റാറുണ്ട്. അതെ. കേട് ഒരുപാട് കാലപ്പഴക്കം വരുമ്പോ ഉം. ചില വിഗ്രഹങ്ങൾക്ക് ഡാമേജ് ആയിപ്പോവും, പൊട്ടിപ്പോവും. ആ ആ അപ്പോ ചിലത് ആ വിഗ്രഹം കാണാൻ ഭംഗിയുണ്ടാവും, പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി അവര് അത് പിന്നെയും ആരാധിക്കും. ആ ഓക്കെ, ചില സാഹചര്യത്തിൽ അവര് റീപ്ലേസ് ചെയ്യും, വേറെ വിഗ്രഹം വയ്ക്കും. ജഗന്നാഥ് പൂരിയിലൊക്കെ ജഗന്നാഥിനെ എന്ത് ചെയ്യും വെച്ചാല് അവരൊരു പുതിയ വിഗ്രഹം തന്നെ ഉണ്ടാക്കും. ആ അപ്പൊ അതിനെ മണ്ണിനടിയിൽ എന്താ പറയാ വെക്കും. അപ്പൊ അതുപോലെ കാലി ചവിട്ടാത്ത സ്ഥലത്തിൽ എവിടെയെങ്കിലും കൊണ്ട് അവർ വെക്കുക. അതങ്ങനെ ദ്രവിക്കും, ദ്രവിച്ചു മരത്തിൽ ചോട്ടിലോ അവിടെ എവിടെയെങ്കിലും വെച്ചാൽ. ശരി പ്രഭുജി, താങ്ക് യു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആഴ്ച എടുക്കാം എന്തായാലും. വേറെ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. വാഞ്ചാകൽപാതരുഭ്യസ്യ കൃപാ സിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗൗര പ്രേമാനന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.